മിഷൻ ബാങ്കിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോണത് നമ്പർ സിസ്റ്റത്തിലെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് പ്ലേസിലെ നോക്കി ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 32 അതായത് ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നോർമലി ഒരു നമ്പറിന്റെ മുകളിൽ വേറെ നമ്പർ വന്നാൽ, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 ആണെങ്കിൽ നമുക്ക് നോർമലി ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. യൂണിറ്റ് പ്ലേസ് കാണാനുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ എജുവോൺ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ 32 കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഇതല്ലേ ഈ ക്വസ്റ്റിൽ 32ൻ്റെ മുകളിൽ വേറെ 32 ഹോൾ റേസ് 32 എന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കി എഴുതാം. എങ്ങനെയാണ്? എ റേസ് ടു എം, ഇപ്പോൾ സംഭവം നമുക്ക് ഇത്രയേ ഉള്ളൂ. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എ റേസ് ടു എം എൻ, ഇതായിരിക്കും വാല്യൂ ഉണ്ടാവുക. അതായത് ഒന്നിൻ്റെ മുകളിൽ 1 വന്നാൽ ഈ താഴെ നമ്പറിൻ്റെ മുകളിലുള്ള ഈ രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 32 ആണെങ്കിൽ ഈ 32 ഇൻറ്റു 32 അല്ലേ ഉള്ളത്? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം എൻ 32 ഇൻറ്റു 32 വരും. അപ്പോൾ ഈ 32 ഇൻറ്റു 32 എത്രയായാലും ഇപ്പം നമുക്കിവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 32 അല്ലേ ഉള്ളത്. 32 അല്ലെങ്കിൽ 2 ആയാലും മതി. ഇനി 112 ആയാലും ഇവിടെ 2ൻ്റെ മുകളിലുള്ള പവർ വെച്ചിട്ടല്ലേ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2ൻ്റെ മുകളിലുള്ള പവർ ആണ് 32ന് എടുക്കാം നമുക്കിവിടെ. ശരിക്കും ഇവിടെ എന്താ വരിക? 32 ഇൻറ്റു 32 വരും. ഈ 32 ഇൻറ്റു 32 ശരിക്കും എന്താ വരിക ഇവിടെ? 32 ഇൻറ്റു 32 എങ്ങനെ എടുത്താലും നമുക്കിവിടെ നേരത്തെ റിമൈൻഡർ തിയറം, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ റിമൈൻഡർ തിയറം വെച്ചിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള നമ്പറിനെ 4 വെച്ചിട്ട് ഹരിക്കുക. ഇവിടെ എത്രയാണോ ഉള്ളത് കിട്ടുന്ന വാല്യൂ ആ ഉത്തരത്തിന് 4 വെച്ച് ഹരിക്കുക. ശിഷ്ടം നോക്കുക, എത്ര റിമൈൻഡർ ഉണ്ടോ അതേ വെച്ചിട്ടായിരിക്കും ആൻസർ. ചിലപ്പോൾ ആൻസർ 2 ആവാം, 2 4 ആവാം, 8 ആവാം, 6 ആവാം. ശിഷ്ടം 1 ആണെങ്കിൽ ഒന്നാമത്തെ ആൻസർ, ശിഷ്ടം 2 ആണെങ്കിൽ രണ്ടാമത്തെ ആൻസർ, റിമൈൻഡർ 3 ആണെങ്കിൽ മൂന്നാമത്തെ ആൻസർ. റിമൈൻഡർ ഇല്ലെങ്കിൽ ഇഫ് ദർ ഈസ് നോ റിമൈൻഡർ ആൻസർ വിൽ ബി 6 എന്ന് പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 32 റേസ് ടു 32 ഇൻറ്റു 32 അല്ലേ ഉള്ളത്, ഇതെപ്പോഴും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32 അല്ലേ, വീണ്ടും ഒരു 32 ഉണ്ട്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഇത്രയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32ൻ്റെ സ്ക്വയർ എനിക്ക് തോന്നുന്നു 1024 ആണ്. അതെ, 1024 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. 1024നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്തായാലും നമുക്കിവിടെ ശിഷ്ടം ഉണ്ടാവില്ല. സോ ആൻസർ അവസാനത്തെ ഓപ്ഷൻ ആയിരിക്കും വരും. ശരിക്കും ക്വസ്റ്റ്യനൊക്കെ കുറച്ചുകൂടി പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ 32ൻ്റെ മുകളിൽ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ അതല്ലേ ഇവിടെ പറയുന്ന കാര്യമുള്ളത്. സോ ക്വസ്റ്റ്യൻസിൻ്റെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. സോ ഇവിടെ നോക്കി ക്യൂബാണ് അല്ലേ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 99ൻ്റെ ക്യൂബാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ ക്യൂബിന് പകരം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, ഈ ക്യൂബില്ലാതെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 അല്ലേ അപ് ടു 99 വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? NL സംഖ്യയുടെ തുക കാണും അല്ലേ. 99 n ഇൻറ്റു n പ്ലസ് 1/2 ഇതാണ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ NL സംഖ്യയുടെ തുക കാണാനുള്ളതിനെക്കാളും കുറച്ചുകൂടി ഒരു ഡിഫറൻ്റ് ആണ് ഇവിടെ ക്യൂബ് വന്നിട്ടുള്ളത്. സ്ക്വയറിന് വേറെ ഇക്വേഷൻ ഉണ്ട്, 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ആണെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1/2ൻ്റെ ഹോൾ സ്ക്വയർ ഇത്ര എടുത്താൽ മതി. ഇതാണ് ഇക്വേഷൻ. നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ഇതെങ്ങനെ ചെയ്യാൻ നമുക്കിവിടെ n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n എത്ര വരും? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 99. ശരി, ഉത്തരം എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഉത്തരം നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മതി. അപ്പം ലാസ്റ്റ് ഡേറ്റ് മതിയെങ്കിൽ നമുക്കിവിടെ 99 ഇൻറ്റു 100/2 ഹോൾ സ്ക്വയർ. ഇതിന് വലിയ തമാശ എന്ന് വെച്ചാൽ നമുക്കിവിടെ എന്തായാലും ചെയ്യുമ്പോൾ 50 ഇൻറ്റു 99 അല്ലേ വരിക. ഇതിൻ്റെ ഉത്തരത്തിന് ലാസ്റ്റ് എന്തായിരിക്കും? ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് എന്തായിരിക്കും? അവസാനത്തെ ഡേറ്റ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ 0 എഴുതാം, 99 ഇൻറ്റു 5 ചെയ്താൽ പോരെ ബാക്കി. അപ്പോൾ അവസാനത്തെ ഡിജിറ്റ് 0 കാരണം 0 ഉള്ളതുകൊണ്ട് 0 തന്നെയാണ് വരിക. സോ 0 ആണ് ആൻസർ വരിക.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹയർ ലെവലിൽ തന്നെയാണുള്ളത്, ഫാക്ടോറിയലാണ്. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ അപ് ടു 100 ഫാക്ടോറിയലിൻ്റെ അവസാനത്തെ അക്കമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കണ്ടുപിടിക്കാൻ പാടില്ല, കാരണം വലിയ ഉത്തരമായിരിക്കും അല്ലേ. കാരണം എന്താണ്, 1 ഫാക്ടോറിയൽ വെച്ചാൽ 1 ആണ് വരിക, പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 ആണ് വരിക, അതായത് 2 വരും. 3 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 2 × 3 എന്നുള്ളതാണ് മീനിങ് വരിക, 3 6 വരും. 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 × 3 × 4 വരും. എത്ര വരും? 6 24 വരും. 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ കാണാൻ പഠിക്കുന്നല്ല, ഒരു 10 ഫാക്ടോറിയൽ വരെയൊക്കെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഒരു 10 വരെയൊക്കെ ഏകദേശം എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. സോ ഇവിടെ 5 ഫാക്ടോറിയൽ 120 ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക. സോ ഇതെല്ലാം കൂടി കൂട്ടണം, എവിടം വരെ പ്ലസ് ചെയ്യണം, ഇങ്ങനെ കൂട്ടിയിട്ട് 100 ഫാക്ടോറിയൽ വരെ. അപ്പോൾ ഇത് പോസിബിൾ ആണോ നമ്മൾ ആലോചിച്ച് നോക്കുകയും ഇത് എഴുതി ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എന്താണ്, നമുക്ക് എത്രത്തോളം എഴുതേണ്ടി വരും, 99 വരെ ഗുണിച്ച് അല്ലെങ്കിൽ 100 വരെയുള്ള സംഖ്യകളൊക്കെ തമ്മിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ എങ്ങനെ ഇതിൻ്റെ ഒരു ലോജിക്കൽ സംഭവം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ 5 ഫാക്ടോറിയൽ കഴിഞ്ഞാൽ എന്തായാലും ഉത്തരം വരിക. നമുക്ക് ചുമ്മാ 6 ഫാക്ടോറിയൽ വരെ കണ്ടുപിടിക്കാം. അതായത് 5 ഫാക്ടോറിയൽ കഴിഞ്ഞാൽ 6 ഫാക്ടോറിയൽ എത്ര വരും? 1 × 2 × 3 ശരിക്കും എന്ത് ചെയ്താൽ മതി, ഓരോന്നിനും അടുത്ത നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. 2 × 3 6, 6 × 4 24. നോക്കി 6 × ഈ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 24 × 5 120. 120 × ഈ 6 ചെയ്താൽ മതി, 720. എന്തുകൊണ്ടാണ് 720 വരാൻ കാര്യം? 1 × 2 × 3 × 4 × 5 × 6 6 വരും. അപ്പോൾ 5 വരെയുള്ള ഉത്തരത്തിൽ നിന്ന് ഒരു 6 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത 7 ഫാക്ടോറിയൽ എന്താ വരിക? വീണ്ടും 0 ഉള്ള നമ്പറാണ് വരിക. അപ്പോൾ നമ്മളത് വെറുതെ കൂട്ടി നോക്കുക കേട്ടോ ഇവിടെ. അതായത് ഈ 5 ഫാക്ടോറിയൽ കഴിഞ്ഞ നമ്പറൊക്കെ കൂട്ടുമ്പോൾ എന്തായിരിക്കും വരിക? നോക്കി, 5 ഫാക്ടോറിയൽ കഴിഞ്ഞ നമ്പേഴ്സൊക്കെ കൂട്ടുകയാണ്. അതായത് 120 പ്ലസ് 720 പ്ലസ് എല്ലാം 0 അല്ലേ അവസാനം വരിക. സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കണം. ഇത് 7 ഫാക്ടോറിയൽ എത്ര വരിക ഇവിടെ? 7 വെച്ച് ഗുണിക്കുകയാണെങ്കിൽ 0 7 14 ഇഷ്ടം 1 49 അല്ലേ, 5040 വന്നു. സോ 5040 വന്നു. അപ്പോൾ എല്ലാം +0 ആണ് അവസാനം വരിക. ഏതാണ്? ഏതിൻ്റെ? 5 ഫാക്ടോറിയലിന് ശേഷമുള്ള എല്ലാം 0 ലാസ്റ്റ് വന്നു. പക്ഷെ അതിന് മുകളിലുള്ളത് നോക്കി, അതിന് മുകളിലുള്ള എന്തൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്? ശരിക്കും 1 ഫാക്ടോറിയൽ 1 പ്ലസ് ചെയ്യേണ്ട, ഈ 1 2 പ്ലസ് ചെയ്യണം അല്ലേ, 6 പ്ലസ് ചെയ്യണം, 24 പ്ലസ് ചെയ്യണം. ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ വരിക. കാരണം ബാക്കി എല്ലാം 0, താഴെ എല്ലാം അവസാനത്തെ 0 ആണ്. പക്ഷെ ഇവിടെ 1 ഫാക്ടോറിയൽ 1ഉം 2ഉം ഈ ഒറ്റയുടെ അക്കം മാത്രമല്ലേ മാറ്റമുള്ളൂ. അപ്പോൾ ശരിക്കും എന്തൊക്കെ തമ്മിൽ മാത്രം പ്ലസ് ചെയ്താൽ മതി? 0 ഇല്ലാത്ത ഈ നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെയായിരിക്കും ഉത്തരം വരിക. അപ്പോൾ നമുക്കിവിടെ എടുക്കുന്ന സമയത്ത് എന്താ വരിക വെച്ചാൽ 24 6 30 32 1 33 വന്നു. നോക്കി 3 ഉത്തരം വരിക. സിമ്പിളായിട്ട് പറയുക വെച്ചാൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 5 6 7 ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് എന്താണ്, ബാക്കിയുള്ള 5ന് ശേഷമുള്ള എല്ലാത്തിൻ്റെയും അവസാനം 0 ആണ്. അപ്പോൾ ഇതുവരെ നോക്കി 6 4 10 12 1 13 3 വരിക. പിന്നെ ശിഷ്ടം കണ്ടങ്ങനെ വരും, 3 വരിക. സോ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം, 3 കിട്ടിയെന്ന് വിചാരിക്കണം. സോ ഇത് തന്നെയാണ് ആൻസർ വരിക. സോ നമുക്കിവിടെ എന്താണ്, ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സം ഓഫ് ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പർ? ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റല്ല എവിടെയോ ചെയ്തൊരു ക്വസ്റ്റ്യനുമായിട്ട് കണക്ഷൻ ഉണ്ട്. 32 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷം നമ്മൾ ചെയ്ത ആ ക്വസ്റ്റ്യനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. 1 ക്യൂ പ്ലസ് 2 ക്യൂ പ്ലസ് ഇതിലാണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചുറൽ നമ്പർ 1 + 2 + 3 + 4 + എക്സെട്ര അപ് ടു 99 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ അല്ലേ, സമ്മിൻ്റെ യൂണിറ്റ് പ്ലേസ്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്തോ ഉത്തരം കിട്ടും. ഉത്തരത്തിൻ്റെ അവസാനത്തൊരു അക്കം ഉണ്ടാവും. അതേത് എന്ന് ചോദിച്ചാൽ ഇവിടെ n × n + 1/2 ഇക്വേഷൻ ചെയ്താൽ മതി. n എത്രയാണ്? എന്താ ചോദിച്ചാൽ n എന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണമാണ്. ഈ എണ്ണം എവിടുന്ന് കിട്ടും? എവിടം വരെയാണോ അതാണ് എണ്ണം ഉള്ളത്. കാരണം 99 വരെ കൂട്ടുകയാണ്. 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, 4 കൂട്ടണം, 5 വരെ കൂട്ടുകയാണെങ്കിൽ 5 ആണ് എണ്ണം. 99 വരെ കൂട്ടുകയാണെങ്കിൽ 99 ആണ് എണ്ണം. ഇതാണ് ഇക്വേഷൻ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സംഭവം ഉള്ളത്. മറ്റേത് അവിടെ സ്ക്വയർ ഉണ്ടാവുമായിരുന്നു അല്ലേ? എനിക്കിവിടെ ആ ക്വസ്റ്റിൽ നമ്മൾ ആ ക്വസ്റ്റിൽ സ്ക്വയർ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റിൽ ഇവിടെ നമുക്ക് എന്താണ്, സ്ക്വയർ ഇല്ലെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ സെയിം കാര്യമാണുള്ളത്. അപ്പോൾ എന്തായാലും ഉത്തരം 0, ഇവിടെയും 0 തന്നെ ആയിരിക്കും ആൻസർ വരും. സോ നമ്മുടെ
ബാങ്ക് എക്സാംസിൻ്റെ കോഴ്സസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ട്. ഫുൾ ടോപ്പിക്സ് നമ്മൾ എൻ്റെ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ IBPS PO SBA ക്ലർക്ക് RRB ക്ലർക്കിൻ്റെ ഒക്കെ നമ്മുടെ എന്താണ് പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഇത് നമ്പർ കാണാൻ ഇരിക്കുന്നു 9048679679. ഇത് ജസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന SBA എക്സാം RRB ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ കാണാൻ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് 12:55 ഉണ്ട്, 3:11 ഉണ്ട്, 8:48 ഉണ്ട്, 16:18 ഉണ്ട്. ഇതിൻ്റെ യൂണിറ്റ് പ്ലേസാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ 12 ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ. 12:55 ഇൻറ്റു 3:11 ആണെങ്കിൽ തിരക്കിടില്ലായിരുന്നു. കാരണം എന്താണ്, 2ൻ്റെ യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാം, ഈ 3ൻ്റെയും യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാം, തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടെ ഹരിക്കുമ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ 2ൻ്റെ ഇപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കാം, 2ൻ്റെ യൂണിറ്റ് പ്ലേസ് 55 കിട്ടിയെന്ന് വിചാരിക്കാം 3. അപ്പോൾ അവിടെ ഒരു ഡിവിഷൻ വരുമ്പോൾ പോയിൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നോക്കി നോക്കി, നമ്മൾ ഡിവിഷൻ്റെ കേസിന് എടുക്കാൻ കഴിയും. ഇതിന് പകരം ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ എത്ര വരും, 2, 4, 4, 8, 6 വരും അല്ലേ. ഇതല്ലേ വരും അവിടെ. 55 ആണെങ്കിൽ 55 നമ്മൾ ഡിവൈഡ് ചെയ്ത് 4 കൊണ്ട്, 4, 4 ബാക്കി 15, 3, 4, 12 ബാക്കി 3 ഇഷ്ടം 3, മൂന്നാമത്തെ 8. 8/8 3 ആണെങ്കിൽ എന്താ വരിക, 3 വരുമ്പോൾ 11/4, 4, 2, 8 ബാക്കി 3, 3, 9 നോക്കി നോക്കി 7, 8/7 ഒക്കെ വരും. സോ എന്ത് തന്നെ ആയാലും പോയിന്റ് വെച്ചിട്ടുള്ള വാല്യൂ ഇതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്താലും ഇവിടെ ബൈ വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോയിന്റ് വെച്ചിട്ടുള്ള ആൻസറുകളായിരിക്കും കിട്ടുക. പക്ഷേ അങ്ങനെ ഒരു വാല്യൂ അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്കൊരു നമ്പർ, എക്സാക്ട് നമ്പർ നമുക്ക് ആവശ്യമാണ്. സോ ഇവിടെ എങ്ങനെ ഇതിനെ ഈ ബൈനെ ഇൻഡുവിലേക്ക് മാറ്റാം, അത്ര മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആലോചിച്ചാൽ മതി. ബൈ ആണ് ഇൻഡു. ഈ ബൈ വെച്ച് തന്നാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇൻഡു വെച്ച് ചെയ്യണം എങ്ങനെ നമുക്കിത് ചെയ്ത് എടുക്കാം എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 12നെ നമുക്ക് എന്ത് മാറ്റി എടുക്കാം. നമുക്കിവിടെ 12:55 ഉണ്ട്, 3:11 ഉണ്ട്. ഇതിന് നമുക്ക് നോക്കി 12ഉം 3യും തമ്മിലൊരു കണക്ഷൻ അല്ലേ. 12നെ 4, 3, 12 ആക്കാം /3. അപ്പോഴല്ലേ ഈ 3 കട്ട് ചെയ്ത് പോകും. അങ്ങനെ ആലോചിച്ചാൽ മതി. 12, 4, 3, 12 ബാക്കി 3, ഇവിടെ 55. ഇതിന് നോക്കി ഇവിടെ 11 തന്നെയുള്ളൂ. ഇവിടെ എന്താ വരിക, 4:55ഉം 3:55 ആയിട്ട് എഴുതാം. 4:55, 3:55 ഇതായിട്ട് മാറ്റി എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, വെട്ടി ചെറുതാക്കണം. ഇവിടെ ഇതേപോലെ കേട്ടോ ഇതും ചെയ്യേണ്ടത്. വേറെ രീതിയുണ്ട് പറയാം. ഇവിടെ നോക്കി 11:55 ഇവിടെ 44 വരും അല്ലേ. കാരണം A/m / A/n 3:55/3:11 എന്ന് വെച്ചാൽ 3:55 - 11 ആണ്. A/m ബൈ എന്താ വരിക, A/n ഈക്വൽ ടു A/m - n. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരും. 55 11 പോയാൽ 44. അപ്പോൾ 4:55ഉം 3:44 ഓക്കെ അല്ലേ. 4ൻ്റെ വരുമ്പോൾ നമുക്കിവിടെ എന്താ വരിക, 4×55. 4ൻ്റെ മുകളിൽ 55 വന്നാൽ 4ന് ശിഷ്ടമുള്ള സംഖ്യയാണ്. അപ്പം 4 തന്നെയാണ് വരിക. 4, 16, 4 തന്നെയാണ് വരിക. അപ്പം 4 ഇൻറ്റു ഇനി 3ൻ്റെ കണ്ടുപിടിച്ചാൽ മതി. 3ൻ്റെ വാല്യൂ എത്ര വരിക, 3:44 അല്ലേ വരിക. 3:44 എന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാത്ത. അപ്പം 3ൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള എടുത്താൽ മതി. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് വീഡിയോനെ ബേസ് ചെയ്തിട്ടാട്ടോ ഉള്ളത്. 3, 3, 9, 9 അല്ലേ, 27, 7, 1 വരും. 4×1 3:44ൻ്റെ യൂണിറ്റ് പ്ലേസ് കാണാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയുണ്ടാവും. 3:44 അവസാനത്തെ അക്കം വരുമ്പോൾ 1 അത് കണ്ടുപിടിക്കുക. 4 × 1 4 വരിക. ഇത്രയും പാർട്ടിൻ്റെ ആൻസർ 4. 4+ എന്തോ ആവാം. ഈ 8:48 ഉണ്ട്, 16:18 ഉണ്ട്. സോ ഈ 16:18 നമുക്ക് വേണമെങ്കിൽ ഇവിടെ 8:48ൻ്റെ താഴെ ഇവിടെ 16 നമുക്ക് 8×2 16 ആക്കാം. 8×2 ഇവിടെ 18 ആക്കാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാലും ഈ /2 കിടക്കും ഇവിടെ.
പക്ഷെ അപ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടതിന്. ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം ഇവിടെ ബൈ 2 വരും. അപ്പോൾ ബൈ 2 കൊണ്ട് കാര്യമില്ല അവിടെ. അപ്പോൾ 8നെയും 16നെയും ഒരു സംഖ്യ വെച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള സംഖ്യ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 8നും 16നും കോമൺ ആയിട്ടുള്ള എന്നുള്ള 2 ക്യൂബ് അല്ലേ 8 ഉള്ളത്, ഹോൾ റേസ് ടു 48 വരും. അതെ, ബൈ 16 2 റേസ് ടു 4 ഹോൾ റേസ് ടു 18 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 14 അല്ലേ, റേസ് ടു എം ഹോൾ റേസ് ടു എൻ അല്ല, ഇക്വേഷനും ഗവൺമെൻറ് വയ്ക്കണം 32 72 വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 റേസ് ടു 72 വരും. 2 റേസ് ടു 72 കട്ട് ചെയ്യുമ്പോഴേ 2 റേസ് ടു 72 എന്ന് വെച്ചാൽ നമുക്കിവിടെ വരുന്നത് 2 റേസ് ടു 72ൻ്റെ യൂണിറ്റ് പ്ലേസ് എത്ര വരും? 2/72ൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ അല്ലേ. 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം ഉണ്ടാവില്ല. അവസാനം 2 2 4 8 16 6 വരും. അപ്പോൾ 6 വരും. അപ്പോൾ എന്തായാലും ഇവിടെ 6 വരും. 6ഉം 4ഉം 10. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, 0 തന്നെയാണ് വരിക. സോ ഇനി അങ്ങോട്ടുള്ള കുറച്ചുകൂടിയൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നോക്കി നോക്കി. ഇതിൻ്റെ 1 പ്ലസ് 1, ഇതിൻ്റെ -6, ഇവിടെ എന്താണ് വരിക 5. അപ്പോൾ 1 + 1 - 6 പ്ലസ് 5 - 6 പ്ലസ് 9. നോക്കി നോക്കി അവസാനം കേട്ടോ ഇവിടെ. ഇതൊക്കെ പിന്നെ 6 6 സെയിം ഒരേ നമ്പറല്ലേ വരിക. അപ്പോൾ ഇതൊക്കെ സെയിം വരുന്ന നമ്പർ ഇതൊക്കെയാണ്. 1 സെയിം ആണല്ലേ, 0 0 സെയിം ആണ്. അതേപോലെ എന്താണ് 5 6 സെയിം ആണ്. അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതെ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കിവിടെ ഇത് നോക്കാം. നമുക്കിവിടെ 5ഉം 1 6, ഈ 6ഉം ക്യാൻസലായിപ്പോയി. പിന്നെ 9 10, 10 6 പോയാൽ 4. ക്രോസ് ചെക്ക് ചെയ്തോട്ടെ, 4 തന്നെയല്ലേ എന്നുള്ളത്. യെസ്, 4 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റൻ കുറച്ചുകൂടിയൊക്കെ എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും. നോക്കി ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 4 റേസ് ടു 94ഉം 4 റേസ് ടു 90. ഈ 4ൻ്റെ പ്രത്യേകത എന്താണ്? 4ൻ്റെ മുകളിൽ നമുക്ക് ഏത് നമ്പർ വന്നാലും 2 സാധ്യതയുള്ളൂ അല്ലേ. 4 ഉണ്ട്, 6 4 4 16. ശിഷ്ടം 1 ആണെങ്കിൽ, ശിഷ്ടം ഇല്ലെങ്കിൽ. അപ്പോൾ നോക്കി 4ൻ്റെ മുകളിൽ ഈ 134 എത്രയാണോ 94നെ 2 വെച്ചല്ലേ ഹരിക്കേണ്ടത്. ഈ 2 വെച്ച് ഹരിക്കും. അതേപോലെ 95നെയും 2 വെച്ച് ഹരിക്കും. അപ്പോൾ 2 സാധ്യതയുള്ളത്. ഒന്ന് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇത് വരാം, ഇതും വരാം. 6ഉം 4 വരുള്ളൂ. ഇവിടെ എന്താ വരിക? ഇത് ശിഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് വരും? 6 വരും. ഇവിടെ 4 വരും. അപ്പോൾ 6ഉം 4ഉം 10. അതെ, 0 തന്നെയാണ് ആൻസർ വരിക. സോ ഈസിയാണ് ക്വസ്റ്റ്യൻ ആൻസർ. സോ നോക്കി ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 99. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കി 1 മുതൽ 99 വരെയുള്ള പ്രൈം നമ്പർ എടുക്കുക, എല്ലാം കൂടി ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം എത്രയാണ് അവസാനത്തെ അക്കം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. എന്തുകൊണ്ടാണ്? ഇത് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എടുക്കണം, ഗുണിക്കണം, ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് ഉത്തരം ലാസ്റ്റിക്ക് എത്ര വരിക. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈം നമ്പർ നമ്മൾ എടുത്ത് നോക്കി 1 എടുക്കണ്ട കേട്ടോ. 2 3 5 7 11 13 ഇങ്ങനെയല്ലേ പോവുക പ്രൈം നമ്പർ. 17 19 23 29 31 ഇങ്ങനെ വരും. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇതിൽ ഗുണിക്കുമ്പോൾ നോക്കി 2 3 6 5 37. ഓക്കെ, ഇവിടെ തന്നെ എത്തുമ്പോൾ തന്നെ അല്ലേ 2 3 6 5 30 30 × 7 × 11 × 13 വരും. 210 × 11. നോക്കി എല്ലാം 0 ലാസ്റ്റിലേക്ക് പിന്നെ വരുന്നത്. എവിടം വരെ ശേഷം 5ന് ശേഷമുള്ളത്. അപ്പോൾ എന്തായാലും ഉത്തരം 0 വരാം. കാരണം എന്താണ്? 2 3 6 5 30 210 × 11 ചെയ്താലും 0 വരിക. × 13 ഇതിലൊക്കെ 0 ആൻസർ വരിക. അപ്പോൾ 0 നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെയും ഇതുപോലെ തന്നെ ഈ 7ൻ്റെ മുകളിൽ a⁻m അല്ലേ, ഇവിടെ അല്ലേ നമ്മൾ നേരെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. 137 ഹോൾ റേസ് ടു 13 × 47. എനിക്ക് തോന്നുന്നത് ഗുണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇത് നമ്മൾ ഈവൻ നമ്പറാണെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം 13 × 47 അല്ലേ വരിക. 47 13 7 21 4 3 12 14 4 3 12 2 14 14 7 21 2 4 6 611 വരും. 611 അല്ലേ വരിക. അതെ, 9 മണിക്ക് കുറച്ച് 7 21
2 4 2 3 4 12 12 14 14 7 21 2 4 6 611 ഈ 611 7ൻ്റെ സാധ്യതകൾ എടുക്കാം 7 7 49 9 63 9 വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വരിക 6 4 ഡിവൈഡ് ചെയ്യാം 1 4 4 2 ശിഷ്ടം വരും 21 വരും 21 ആണെങ്കിൽ നമുക്കിവിടെ 5 4 20 ബാക്കി 1 സോ 11 വരും 11 ആണെങ്കിൽ നമുക്ക് 2 4 8 8 ശിഷ്ടം 3 വരും മൂന്നാമത്തെ സംഖ്യ 3 നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം 3 അല്ലേ എന്നുള്ളത് സോ 3 തന്നെയാണ് വരും അതെ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് 3⁴ ഹോൾ റേസ് ടു 5 ഇതേപോലെ തന്നെയാണ് 3⁻20 വരും അല്ലേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 3⁻20 വരും 3⁻20 കാണുമ്പോൾ തന്നെ ശിഷ്ടമില്ലാത്ത സംഖ്യയാണ് 4 കൊണ്ട് ഇപ്പം 3ൻ്റെ സാധ്യത 3 3 9 9 70 അല്ലേ 20 ഹരിക്കുമ്പോൾ എന്തായാലും 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല ശിഷ്ടം ഇല്ലെങ്കിൽ ലാസ്റ്റ് സംഖ്യ സോ ക്രോസ് ചെക്ക് ചെയ്യാം യെസ് 1 ഇത്രയൊക്കെ തന്നെയുള്ളത് വളരെ ഈസിയാണ് ഇനി അടുത്ത നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എഡ്യൂൺ ബാങ്കിങ്ങുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സോ ടെൽ ടേക്ക് കെയർ